നമസ്കാരം. എല്ലാവർക്കും KT ഉദയം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന നമ്മളുടെ എല്ലാ പ്രേക്ഷകരും ഇതിനോടകം കീമിൻ്റെ കീഴിൽ ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പഠനത്തിൽ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ യാത്രയിലുടനീളം ബിടെക് പഠിച്ചു തീരുന്ന അവസാനം വരെ നിങ്ങളോടൊപ്പം തന്നെ KT ഉദയവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ കോളേജുകളും കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന KTU. ഈ KTയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. 2014 സംസ്ഥാനത്തിൻ്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നയങ്ങൾക്ക് രൂപം നൽകുന്നതിനും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ 2014 കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അതിനുശേഷം അത് നമ്മളുടെ ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതിയും കൂടെയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരണീയാർത്ഥം പിന്നീടത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. 2014 മെയ് മാസത്തിലാണ് KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. അതിനു മുൻപ് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും പല യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2014 കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നതിന് മുൻപ് കേരളത്തിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളും പല യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കേരള സർവകലാശാലയ്ക്ക് കീഴിലായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുമായിരുന്നു. ഇതിനെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടി സംസ്ഥാന സർക്കാർ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് പ്രേരണയായിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ്, സയൻസ്, ടെക്നോളജി, മാനേജ്മെൻറ്റ് എന്നിവയിലെ ബിരുദാനന്തര ഗവേഷണ പ്രോഗ്രാമുകളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ കോളേജുകളുടെയും അക്കാദമിക് നിലവാരം നിയന്ത്രിക്കുന്നതിനും എന്നതും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. നിലവിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് പ്രവർത്തിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൻ്റെ ക്യാമ്പസിലാണ് നിലവിൽ KTU പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 2024 തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിളപ്പിൽ ശാല എന്ന് പറയുന്ന സ്ഥലത്ത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 1,00,000 ചതുരശ്ര അടി വരുന്ന പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിനെ നിർമ്മാണോദ്ഘാടനം നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്ത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ അക്കാഡമിക് ബ്ലോക്കും ഓഡിറ്റോറിയവും കൺവെൻഷൻ സെൻറ്ററും റിസർച്ച് പാർക്ക് പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 71 കോടി രൂപയാണ് 2024-25 ബഡ്ജറ്റിൽ ഇതിൻ്റെ നിർമ്മാണത്തിനായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതാണ് നിങ്ങളുടെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫ് ഹിസ്റ്ററി. KTUമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ KTU ഓഫർ ചെയ്യുന്ന വിവിധ കോഴ്സുകളും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2019 സ്കീമും പുതുതായി നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്കീമും തമ്മിലുള്ള വ്യത്യാസവും KTUവിന് കീഴിലുള്ള BTech, BArch, MTech പോലുള്ള കോഴ്സുകളിൽ അവർ ഓഫർ ചെയ്യുന്ന എല്ലാ വിവിധ ബ്രാഞ്ചുകളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ചാനലിൽ. അപ്പോൾ ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.